ഹലോ. പിന്നെ എനിക്ക് ഇന്നലെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുത്തു. പക്ഷെ അത് ഫോൺ ചാർജ് ചെയ്തിട്ട് കവറായില്ല. രാവിലെ തൊട്ട് തന്നെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ആ ടൈം നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇന്നലത്തെ കിട്ടിയില്ല. ഇപ്പോൾ ഇന്ന് എഴുന്നേക്കും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി. ഇന്നലെ ഞാനും കുഞ്ഞിനും അച്ചും ബേബി കൂടിയിട്ട് ലുഡോ കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 മണി കേക്ക് എടുക്കുമ്പോൾ അങ്ങനെ 2 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായി പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട്, കുറച്ച് ബീഫ് റോസ്റ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഒരു 8:45 നമ്മളായിട്ട് എഴുന്നേറ്റ് ഇനി അതും ഇതും പണികൾ സ്റ്റാർട്ട് ചെയ്യണം. ഉച്ചയ്ക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. അമ്മ ഇന്നലെ രാത്രിയാണ് വീട്ടിൽ പോയിട്ട്. അമ്മ പറഞ്ഞു എല്ലാവരും ഇവിടെ കിടക്കണ്ട, അവർ വീട്ടിൽ പോയിട്ട് കാലത്ത് 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാണ്. ഞങ്ങൾ എഴുന്നേക്കണവർക്ക് എത്തിയിട്ടില്ല. എത്താന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അവർ വിളിക്കും. കുറച്ച് പണികൾ തീർത്ത് വയ്ക്കട്ടെ, അല്ലെങ്കിൽ അമ്മേനെ എനിക്ക് ചീത്ത കേൾക്കും രാവിലെ എഴുന്നേക്കാത്തതിന്. അങ്ങനെ ചീത്ത ഞങ്ങൾക്ക് കേൾക്കും രാവിലെ നേരത്തെ എഴുന്നേക്കാത്തതിനൊക്കെ. ഞങ്ങൾ കെട്ടിയവന്മാർ ഇപ്പോൾ കുഞ്ഞിൻ്റെ കെട്ടിയതാണെങ്കിലും എൻ്റെ കെട്ടിയതാണെങ്കിലും ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തെയ്യടാൻ ചേർക്കാറുണ്ട്. പിന്നെ ഇന്നലെ എല്ലാവരും കൂടിയതല്ല. അപ്പോൾ പിന്നെ അവിടെ ബാൽക്കണിയിൽ പോയിരുന്നു. കുറേ നേരം വർത്താനം പറഞ്ഞു, ലൂഡോ കളിച്ച് അങ്ങനെ പോയി ടൈം. കാത്തുമ്പോൾ നേരത്തെ ഉറങ്ങിണ്ടായിരുന്നു. പിന്നെ നല്ല ഫ്രീ ആയിരുന്നു. അങ്ങനെ ഇരുന്നു. ഇനി അധികം നേരം ഇരിക്കാൻ ടൈമില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. അമ്മയൊക്കെ എനിക്ക് കുറച്ചെങ്കിലും വീട് ഒതുക്കിയിടണം. ഫ്രിഡ്ജിലേക്ക് സ്ഥലത്തൊന്നും ഞങ്ങൾക്ക് പുറത്താട്ട് വെച്ചാണ്. അതാ അപ്പോൾ വാക്കുക. ആദ്യം തന്നെ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി വെച്ചു. അതേപോലെ തന്നെ ഇന്നലെ ഈ ഷീറ്റിൽ വൈൻ പോയിണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഫുഡിൻ്റെ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരെ കൊടുത്ത് ബേഷയിൽ കൊണ്ട് വെച്ചു, നാളെ കഴുകാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇതുവരെയ്ക്ക് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ചിക്കനൊക്കെ വെള്ളത്തിലിടുകയാണ്. പിന്നെ ഇത് കൈയോടക്കനെ കഴുകി മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാത്രം മണ്ണിൽ ലിക്വിഡ് തന്നെയാണ് ഒഴിച്ചിട്ട് നന്നായി കഴുകി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കറ ഫുള്ളും പോകാൻ വേണ്ടിയിട്ട്. ഇന്നും കൂടി അതൊന്നും ഇടണ്ടേ, നമ്മൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. നമ്മൾ എന്തായാലും കാശ് കൊടുത്ത് മേടിച്ചതല്ലേ. പിന്നെ കേക്ക് മുറിക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുകുന്നത്. കഴുകി നമുക്ക് ഉണക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അത്ര നല്ല മെറ്റീരിയലാണ്. മെറ്റീരിയലൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായി കഴുകിയിട്ട് അത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ എന്താ, നമ്മൾ ചിക്കൻ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് നമ്മളിലുള്ള വലിയ പാത്രം തന്നെ എടുത്തിട്ട് അതിൽ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചിക്കനാണ് പൊളിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ഐസ് വിട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഞാൻ അത് മാറ്റി വെച്ചതിന് ശേഷം അച്ഛനും ഏട്ടനും കുഞ്ഞിനൊക്കെയുള്ള ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിക്കാണ്. കുഞ്ഞ് പല്ല് വെച്ചിട്ടില്ല, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കൈ കൊടുക്കുന്ന അച്ഛനുള്ള ചായ എടുത്തിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവന് പിന്നെ കട്ടൻ ചായയാണ് ഇഷ്ടം, അതുകൊണ്ട് കട്ടൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാത്തുമ്മ കുഞ്ഞിൻ്റെ അടുത്താണ്, അവൾ കുഞ്ഞിൻ്റെ കൂടെ കളിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ വീടൊക്കെ അടിച്ചുപൊളിയെടുക്കുന്നുണ്ട്. ഇന്നലത്തെ അടിച്ചുപൊളി കാരണം ഇന്നലെ റിജ വരുമ്പോൾ ഒരു നീല മാല ഇട്ടിട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ ഈ നൂല് ഫുള്ള് മാളിലുണ്ടായിരുന്നു. അതേപോലെ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി എനിക്ക് അടിച്ചുടയ്ക്കാൻ ഒന്നിനും ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുല്ലിൻ്റെ കല്ലും വീണു കേട്ടോ. ഇനി അതും പറക്കിയെടുക്കണം. ഇന്ന് മൊത്തത്തിൽ പണിയായിരുന്നു. അങ്ങനെതാ ഞാൻ വേഗം വീടൊക്കെ അടിച്ചോരി എടുക്കുന്നുണ്ട്. അപ്പോൾ കാത്തുമ്മ എൻ്റെ അടുത്ത് വരുന്നേ ഇല്ല കേട്ടോ. അവളിപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് വർത്താനം പറയുക. കാത്തുമ്മ എന്താ ഇങ്ങനെ കാണിക്കണേന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പോയാലും ഞാൻ തന്നെയാണ് അവൾക്ക് വേണ്ടത്. ഞാനുണ്ടെങ്കിൽ അവൾ എന്ത് കാര്യം ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ, കുഞ്ഞാൻ മതി. കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയാണ് ഫുൾ ടൈം കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനും കുറച്ചധികം തിരക്കായിരുന്നു. എനിക്കും അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ അവളോട് കളിക്കാതിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഫുൾ ടൈം അടുക്കളയിൽ തന്നെയായിരുന്നു, ഓരോന്നും ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ കുഞ്ഞിനോടൊക്കെ വർത്താനം പറഞ്ഞ് വേഗം തന്നെ വീടൊക്കെ അടിച്ചോരി എടുക്കുന്നുണ്ട്. അച്ഛനമ്മ വരുന്നിട്ട് മുന്നേ വീട് ഫുള്ളും ക്ലീനാക്കി എനിക്ക് കുളിക്കണം. കുളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും അമ്മ വന്ന് ചീത്തയേക്കും, അത് ഉറപ്പാണ്. അതേപോലെ മേശമുണ്ടായിരുന്ന ഷീറ്റാട്ടതൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതും ഞാൻ കൈയോടക്കൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് വേഗം തന്നെ വീടൊക്കെ അടിച്ചുടച്ചു. പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്നു. കുളിച്ചൊരുമിക്കും അച്ഛനും അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും ഞാനും അച്ഛനും അടുക്കളയിൽ കയറി ഫുഡിൻ്റെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ കുഞ്ഞിനെ എന്തോ കൊടുന്ന് കാണിച്ചു തന്നതാണ്. അച്ഛൻ ബീഫിലേക്കുള്ള നാളികേരക്കൊത്ത് നന്നാക്കുന്നുണ്ട്, അമ്മ സബോള നന്നാക്കുന്നുണ്ട്. ഞാൻ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ഉരുളൻകിഴങ്ങും തൊലി കളഞ്ഞ് സെറ്റാക്കുന്നുണ്ട്.
അങ്ങനെ ഓരോരോ പണികളിലാണ്. പിന്നെ എനിക്ക് ഇന്ന് കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കാൻ മെയിനായിട്ട് ഏറ്റെടുക്കുക. അതിൻ്റെ ഇടയിൽ കുറേ പരിപാടികളൊക്കെ നടന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ വീട്ടിലത്തെ ഗ്യാസ് കയറുന്നു. പിന്നെ തറവാട്ടിൽ നിന്ന് ഗ്യാസ് കൊണ്ട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ രാവിലേക്ക് ഉണ്ടാക്കി വിചാരിച്ച ചിക്കൻ ഇഷ്ടമല്ല, ചിക്കൻ കുറുമയായിരുന്നു. അതുണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ അതുണ്ടാക്കുമ്പോഴേക്കും ഒരു 11 മണി 12 മണി ആവാറായിരുന്നു. പക്ഷെ ഇന്നലത്തെ ചിക്കൻ കറി കൂട്ടിയിട്ട് ഞാൻ അച്ചുവിനും ബേബിക്കും ഉണ്ണികൾക്കൊക്കെ ബ്രെഡും ചിക്കൻ കറിയും കൊടുത്തു. അവരെ വിശപ്പ് മാറ്റി. പക്ഷെ ഞങ്ങളൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ അച്ഛനമ്മ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിരുന്നു. വരുമ്പോഴേക്കും അവർ ഗ്യാസ് എടുത്തിട്ട് തന്നെ വഴിക്ക് അവർ ചായ കുടിച്ചിട്ടായിരുന്നു. പിന്നെ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാനും കുഞ്ഞിനും പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പിന്നെ പണിയിലേക്ക് കടന്നു. കുഞ്ഞിൻ്റെ മെയിൻ പരിപാടി ഉണ്ണികളെ നോക്കൽ തന്നെയായിരുന്നു. കാരണം എന്നാലാണ് ഞങ്ങൾക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതും എന്നെ അടുക്കളയിൽ നിർത്തില്ല കേട്ടോ. അങ്ങനെ അതാ നമ്മൾ കറിക്ക് വേണ്ടെല്ലാം ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനും വലിയ ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു. പക്ഷെ നമുക്കത് ക്ലിയർ ഇല്ല, നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, കുക്കിംഗ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ബീഫും കാര്യങ്ങളൊക്കെ വേവിച്ച് വെച്ചുകൊണ്ട് ഇനി അതൊക്കെ മസാല കൂട്ട് അങ്ങനത്തെ പണികളുള്ളൂ. പിന്നെ ചിക്കൻ വറക്കാനുള്ളൂ, ചിക്കൻ കറി വെക്കണില്ല. പിന്നെ ഞാൻ ബിരിയാണി മേടിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അവർക്ക് ഇന്ന് തൃശ്ശൂർ പോകണം, കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, ചോറ് മതി എന്നൊക്കെ പ്ലാൻ വന്നിട്ട് ഞങ്ങൾ ബിരിയാണി മേടിക്കുക എന്നുള്ള കാര്യം വേണ്ട വെച്ചു. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്ത കടയിൽ അവരാരും മേടിച്ചിട്ട് ക്യാൻസലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമുക്ക് അന്ന് ഏത് ഹോട്ടലിൽ പോയാലും നമുക്കൊരു 10 ബിരിയാണി കിട്ടുമല്ലോ, അങ്ങനെ മേടിക്കാം എന്നായിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചിക്കൻ വറുത്തതും ബീഫും ഉപ്പേരി മീൻകറി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ചോറ് അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അമ്മ ഇത് ചിക്കൻ കുറുമ ചിക്കൻ ഇഷ്ടമെന്ന വയലേന് ചിക്കൻ കുറുമ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഗ്യാസ് തീർന്നതും നമ്മൾ പെട്ടതൊക്കെ. അതേപോലെ തന്നെ എൻ്റെ ഇടയിൽ ഞങ്ങൾ പാപ്പനെയും മേമേനെയും അച്ചുടിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ നേരത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുഡൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഗ്യാസ് തീർന്നിട്ട് കുറേ ടൈം പോയല്ലോ. അങ്ങനെ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ, അമ്മ, കുണുക്കൻ കുണിക്ക്, കുഞ്ഞൻ, അച്ചു, ഞാൻ, ഏട്ടൻ, കാത്തു, അതേപോലെ പാപ്പൻ, മേമ്മ, പാപ്പൻ്റെ മോൻ, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം റെഡി ആയതിന് ശേഷം ഇനി നമുക്ക് കേക്ക് കട്ടിയാന്ന് വിചാരിച്ച് ഈ ഷീറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് മേശ സെറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചുളിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് അയൺ ചെയ്യാനോ ഞങ്ങൾക്ക് ഡ്രസ്സ് മാറാനോ ഒന്നിനും പറ്റിയില്ല. അതിൻ്റെ കാരണക്കാരിയായി വെച്ചെൻ്റെ കാത്തു കേട്ടോ. അവൾ ഫ്രിഡ്ജ് തുറന്ന് കേക്കിൻ്റെ ഒരു മൂല തോണ്ടി കഴിച്ചു തുടങ്ങി. പിന്നെ അതേ വേണ്ടി കാരണം നമുക്ക് കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കിയത്, മറ്റേ കേക്ക് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലത്തെ ടീച്ചർ തന്നാട്ടെ. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലത്തെ അമ്മച്ചിയുടെ മോളാണ്, ആൾ തന്നതാണ്. അപ്പോൾ അവിടുത്തെ കേക്കും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 കേക്കും നമ്മൾ മേശമൊക്കെ സെറ്റ് ചെയ്തു. അതേപോലെ 3 നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആ മറ്റേ കരിമ്പച്ച പെഞ്ഞിട്ടുട്ടിൻ്റെ പാപ്പൻ്റെ മോനാട്ടോ. ഒരുപാട് പേര് ചോദിച്ചു കുണുക്കിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അതാരാന്ന്. ഞാൻ പാപ്പൻ്റെ മോനാണ്. പിന്നെ അതാ ഞങ്ങളെല്ലാം കൂടി കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. മുറിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തിട്ട് ആദ്യം കാത്തുമ്മയ്ക്ക് കൊടുത്തു. കാരണം കാത്തുമ്മ ഭയങ്കര വാശിയായിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യം കാത്തുമ്മയ്ക്ക് കൊടുത്തു. പിന്നെ കുണുക്കമ്മോന് കൊടുത്തു, കുണുക്കിക്ക് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടി അച്ചുട്ടനാണ്. അപ്പോൾ അവനും വായിൽ വെച്ചെടുത്തു. പിന്നെ അതിനും വലിയ ചെറിയ കുട്ടി ഞാനാണ്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കി, ഉണ്ടാക്കിയത് നന്നായി ഉണ്ടോ എന്ന് നമുക്കറിയണ്ടേ. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ മാത്രമേ ടേസ്റ്റ് നോക്കാൻ പറ്റുള്ളൂ. നമ്മൾ ബാക്കിയുള്ള എന്ത് ഫുഡ് ഉണ്ടാക്കി നമുക്ക് അതിൻ്റെ ഇടയിൽ നിർത്തി ടേസ്റ്റ് നോക്കാൻ പറ്റും. ഇത് പക്ഷെ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് കഴിച്ചു നോക്കുന്നത്. പിന്നെ അതിനെല്ലാവരും അങ്ങോട്ടും കേക്ക് വായിൽ വെച്ച് കൊടുത്ത് കഴിച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓരോരോ പീസ് കട്ട് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുണുക്കമ്മൻ റാഞ്ച് കൊണ്ടുപോകുന്നുണ്ട്. കുണുക്കനും ഇതേപോലെ ചെറുപ്പം തൊട്ട് കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ പണ്ട് കേക്ക് കൂടുതൽ ഉണ്ടാക്കിയത് കുണുക്കന് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കേക്ക് ഫ്രിഡ്ജിൽ തീർന്ന് അപ്പം വലമ്പാവും തുടങ്ങും, കേക്ക് എന്നിട്ട് അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കേക്ക് ഇത്രയും ഭംഗിയിൽ ഉണ്ടാക്കാൻ പഠിച്ചതും. പിന്നെ അതായി പിങ്ക് ഷർട്ട് എൻ്റെ പാപ്പനാട്ടോ, അച്ഛൻ്റെ അനിയനാണ്. പിന്നെ മേമനെ വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. മേമ സൈഡിലായതുകൊണ്ട് മേമനെ കാണുന്നില്ല. പക്ഷെ നമ്മൾ പല മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും മേമനൊക്കെ. പിന്നെ ഈ കേക്ക് മുറിക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം
ഞാൻ ഈ ഒരു കേക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ ചോക്ലേറ്റ് കേക്ക്. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡെല്ലാം മേശമ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നുള്ളത് ബീഫ് റോസ്റ്റ് ഉണ്ട്, കൂർക്കുപ്പേരി ഉണ്ട്, മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, മാങ്ങച്ചാറുണ്ട്, പിന്നെ സലാഡ് ഉണ്ട്, ചിക്കൻ കുറുമയുണ്ട്, ബ്രെഡ് ഉണ്ട്, ചോറ്, പപ്പടം. ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ ഫുഡ്. അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ഞാൻ ഓവനിൽ ആവിയായിട്ട് വേണ്ടി വെച്ചിരിക്കണം, അതുകൊണ്ടാണ് അത് കാണാഞ്ഞത്. പിന്നെ ബാപ്പനും മേമ്മയ്ക്കൊക്കെ ഫുഡ് കൊടുത്ത് അവർ പോയി, ഉണ്ണികൾക്കും ഒപ്പം ഫുഡ് കൊടുത്തു. അവർ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവർക്ക് ഇനി അമ്മേരെ അച്ഛൻ്റെ കൂടെ ശോഭയ്ക്ക് പോകാറുണ്ട്. കുറച്ച് നേരം തറവാട്ടിൽ പോയി അച്ഛന്മാരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞ് പാപ്പനും മേമയും ഉണ്ണിയും പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാണ്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ടാണ്, അതിൻ്റെ ക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, അധികം ഫുഡൊന്നും നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നമ്മൾ ഉറക്കം ശരിയാവണേൽ പിന്നെ ഫുൾ ടൈം പണിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ക്ഷീണം കൊണ്ട് കുറച്ച് ഫുഡ് എല്ലാവരും കഴിച്ചിട്ടുള്ളൂ. ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അമ്മ മീൻകറി ഉണ്ടായിരുന്നു, അടിപൊളിയുണ്ടായിരുന്നു. പക്ഷേ അധികം കഴിക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചതും അച്ഛനും അമ്മയും കുണിക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഫുഡ് പോലും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് നേരെ വഴുകണ്ട വെച്ചിട്ട് അവർ അപ്പളേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പോയതിന് ശേഷം പിന്നെ ചൂടാക്കാനുള്ള ഫുഡ് ചൂടാക്കി ഫ്രിഡ്ജിൽ കയറ്റാനുള്ള ഫുഡ് ഫ്രിഡ്ജിൽ കയറ്റി പാത്രങ്ങളെല്ലാം മോറി എല്ലാം സെറ്റാക്കുന്നത് ഞാനും കുഞ്ഞനായിരുന്നു കേട്ടോ. ഞാനും കുഞ്ഞിനോട് അടക്കള ഫുള്ളും ക്ലീൻ ആക്കി. എന്നിട്ട് പിന്നെ കുഞ്ഞിന് വയ്യ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞൻ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചിയുടെ കൂടെ കിടക്കാം, ചേച്ചിയുടെ പണി കഴിയട്ടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പണി കഴിഞ്ഞു, കടിച്ചുടക്കിൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ റൂമിലേക്ക് വിട്ടേച്ച് ഡോർ അടച്ചതിൻ്റെ ശേഷമായിട്ട് ഞാൻ അടിച്ചുടച്ചത്. അല്ല, നമ്മളെ വീട്ടിൽ വന്നിട്ട് അവളിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവളോട് ഞാൻ ഉറങ്ങിക്കോ, ഞാനും ഉറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവളെ മൈൻഡ് മാറ്റിയതിൻ്റെ ശേഷം അവളെ കൊണ്ട് കിടത്തിയിട്ടാട്ടോ ഞാൻ വന്നിട്ട് ബാക്കിയുള്ള പണികൾ ഫുള്ളും ചെയ്ത്. പിന്നെ ഇന്ന് നമ്മൾ മൂന്നാർക്ക് ട്രിപ്പ് പോകണോണ്ട് തന്നെ അച്ഛനും പെബിയും ആദ്യമേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് തോന്നുന്നു ഒരു 3:30 ആകുമ്പോൾ കിടന്നുറങ്ങി. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഒരു 4:45 ആയപ്പോൾ ഞാനും റൂമിൽ വരും നല്ലൊരു ഉറക്കം ഉറങ്ങി. ഈ തൊടെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 4:45 വരെ ഉറങ്ങി. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കൊടുക്കില്ല, അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറേ നേരം സംസാരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈം പോയിട്ടാ. അപ്പോൾ അതാണ് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി എന്ന് പറയാൻ പറ്റില്ല, പിറ്റേ ദിവസം പുലർച്ചെ 1 മണിക്ക് നമ്മൾ ട്രിപ്പ് പോവാട്ടാ. എങ്ങടാട്ടാ? എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിക്കാണ് ഇപ്പൊ നിലവിൽ തീരുമാനം. അപ്പൊ പോവാനായിട്ട് നമ്മൾ 12 മണിക്ക് ഇറങ്ങാൻ നിന്നാണ്. പിന്നെ വീട്ടില് പാത്രം കഴുകി ഒക്കെ വൃത്തിയാക്കിയ ടൈമില് 7-Upന്റെ കുപ്പി പൊട്ടി. 7-Up പൊട്ടിയത്. അതൊക്കെ തുടച്ച് ക്ലീൻ ആക്കി അപ്പൊ മൊത്തത്തിൽ ടൈം എടുത്തു. പിന്നെ ബാക്കി ഫുഡെല്ലാം ഫ്രിഡ്ജിൽ വെക്കുക, അങ്ങനത്തെ കലാപരിപാടികളായിരുന്നു. അതിപ്പോ ഇന്ന് അച്ഛനമ്മയൊക്കെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അവര് ശോഭയെ പോയിട്ട് റിട്ടേൺ വരുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അപ്പൊ നമ്മൾ അവരും കൊണ്ടുള്ള ഫുഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവരന്നെ പുറത്തുനിന്ന് കഴിച്ചപ്പോ ഫുഡൊക്കെ ബാക്കി. അപ്പൊ അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിലും പണികളായിരുന്നു. ഞാനും കുഞ്ഞിനും കൂടിയിട്ട് മാക്സിമം ഫാസ്റ്റ് ആക്കിയിട്ട് രണ്ടാമത് പണിയൊക്കെ എടുത്തു. കുഞ്ഞ് അത്യാവശ്യം പണിയെടുത്തു. ഞാൻ പറഞ്ഞോളൂ അടിച്ചു വരണ്ട, നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ആ ചേച്ചിനെ വിളിക്കാച്ചിട്ടായിരുന്നു ഞാൻ. കാരണം അവരിപ്പോ ഒരു വിരുന്നിന് വന്നിട്ട് ഇപ്പൊ ഇവിടെ പണിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു. നമുക്ക് വിഷയമല്ല. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ അമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു വട്ടം വിളി കഴിഞ്ഞു ചീത്ത വന്നിട്ട്. പക്ഷെ അവരവിടെ എത്തി റെഡി ആവില്ല. കഴിഞ്ഞു ഇവിടെ നമുക്ക് പണി കിട്ടിയില്ല, അതുണ്ടായത്. നമുക്ക് അവിടെ പോയി അവര് കയറുക, നേരെ പോവാം. അവിടെ നല്ല തണുപ്പാലൊക്കെ കേൾക്കുന്നുണ്ട്. 0 ഡിഗ്രിയാണ്. ഇവിടെ തന്നെ കണ്ടോ, ഇവിടെ തന്നെ നിന്ന് കാണിച്ചു നോക്കി. ഇത് ഞങ്ങളുടെ അവിടുത്തെ പാടാണ്. ഇവിടുത്തെ മഞ്ഞ് നോക്കി ബൈക്കുമ്പോ പോകുമ്പോഴാണ് ശരിക്കും ഫീൽ അറിയാം. ശരിക്കും ഫീലാണ് ബൈക്കിൽ തന്നെ. കാരണം നമ്മളൊരു മൂന്നാറൊക്കെ പോണേന്റെ ഫീലാണ്. ബൈക്ക് എടുക്കാൻ ഇഷ്ടമല്ലാതെയായി തുടങ്ങി. ആ നിലയ്ക്ക് തണുപ്പാണ്. അങ്ങനെതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോഴേ നമ്മള് പ്ലാൻ ചെയ്താണ് മൂന്നാറ് പോവാന്ന്. പിന്നെ അന്ന് പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എന്തായാലും പോകണം വെച്ച് കഴിഞ്ഞപ്പോ അടുത്ത് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ എല്ലാരും തിരക്കാവും. അപ്പൊ പോകാൻ പറ്റില്ല. ഈ പ്രാവശ്യം പോവാന്ന് വിചാരിച്ചു. എല്ലാവർക്കും വർക്കും തിരക്കൊക്കെയാണ്. നടക്കില്ല. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ സ്റ്റേ അടിക്കാന്ന് പെട്ടെന്ന് പോകുന്നത് തീരുമാനിച്ചോണ്ട് തന്നെ നമുക്ക് റിസോർട്ടൊന്നും കിട്ടിയില്ല.
ഞാൻ വിളിച്ചു. ഞങ്ങള് 2-3 സ്ഥലമായിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒന്ന് മൂന്നാറ്, ഒന്ന് ഊട്ടി. അപ്പൊ ഊട്ടിയിൽ നമ്മളെ മിഥുനായിട്ടുണ്ടല്ലോ, മിഥുനാട്ടിനെ ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ നല്ല എന്താ പറയാ ഫുൾ റൂമും ബുക്ക്ഡ് ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 500 രൂപയുടെ റൂമിന് തന്നെ 3000 രൂപ അത്ര പറയണത്. അപ്പൊ പിന്നെ റൂം കിട്ടാനില്ല ഒന്നാമത്തെ കേസ്, അതാണ് ഏറ്റവും വലിയ ഇത്. അപ്പൊ അതാണ് ഞങ്ങള് ഊട്ടി പിന്നെ ഒരു ദിവസത്തേക്ക് മാറ്റി. ഞാൻ മിഥുനാടിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് സ്റ്റേ അടിച്ച് എൻജോയ് ചെയ്യാന്ന് വെച്ചു. പക്ഷെ അത് പറ്റില്ല. നമ്മൾ 1 ഡേ ട്രിപ്പ് ആക്കി. ഇപ്പൊ രാത്രി പോയി കഴിഞ്ഞാൽ പുലർച്ചോടെ അവിടെ എത്തും. പിന്നെ രാത്രിയോട് തിരിച്ചു വരാം. ഒരു മാഗൊക്കെ അടിച്ച്, മാഗിയാണ് മസ്റ്റ്. പിന്നെ ഇപ്പൊന്ന് വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ ഇവന്നെ ഫുള്ള് ഓടിക്കണം. ഇപ്പൊ അങ്ങനെയല്ല, പച്ചുള്ളാന്റെ ഇവൻ ഉറക്കം വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ കൈമാറാം. അപ്പൊ അതിന് ഷെയർ ചെയ്ത് ഓടിച്ചോളൂ. ഇവിടെയും മഞ്ഞ് വീണ്ടാ, വെള്ള കളറാ, പുല്ലൊക്കെ വെള്ള കളറായിരിക്കണം. അപ്പൊ എന്തായാലും വീടെത്തിട്ട് കാണാം കേട്ടോ. വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും വണ്ടിയെ കയറ്റി നമ്മൾ നേരെ തിരിച്ചു. പിന്നെ കുറച്ചാണ്ട് പോയപ്പോൾ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എവിടെ എത്തിയെന്ന് എനിക്കപ്പോൾ ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അപ്പളേക്കും കുണിക്കും കാത്തുമ്മയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും കുഞ്ഞനും അച്ഛനും ബേബിയൊക്കെ ചായ കുടിച്ചു. ഞാൻ മാത്രം ചായ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കട്ടൻ ചായക്കാണ് കുടിച്ചത്. അച്ഛനും അമ്മയും മാത്രമാവുന്നു പാൽ ചായ കുടിച്ചത്. അങ്ങനെ ഇതേത് സ്ഥലം എന്നറിയോ? ചാലക്കുടിയാ തോന്നുന്നു, അറിയില്ല കേട്ടാ. ഹൈടെക് പേനോട്ടം പറഞ്ഞില്ല. എന്റെ ഫോണില് ലൈറ്റ് വെച്ചിട്ട് ചേച്ചി എന്താ പറയണേ? എന്റെ ഫോണിലെ ചാർജ് ലൈറ്റ് വെച്ചിട്ട് തറന്നു ചാർജറൊക്കെ പേടിക്കണ്ട. ഏതാവട്ടെ ഇത് പാവം കൊടുക്ക നല്ല ഉറക്കുറങ്ങി. മുഖം കണ്ടിട്ട് നല്ലതല്ല തോന്നുന്നു. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതൊരു 6:45 ആകുമ്പോഴേക്കും നമ്മൾ മൂന്നാർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും ഉറക്കമായിരുന്നു. ഞാനും ഏട്ടനും മാത്രമായിരുന്നു ഉണർന്നിരിക്കേണ്ടായിരുന്നത് അവിടെ എത്തുമ്പോൾ. ചേട്ടാ എങ്ങനെയുണ്ട്? കുണുക്ക എങ്ങനെയുണ്ടാ? അമ്മ നിങ്ങൾക്കല്ലേ തണവ് വേണമെന്ന് പറഞ്ഞേ? കുഞ്ഞി കാത്തു വാ, അപ്പേതെടുത്തു വാ. കാറ്റ് അപ്പോഴേക്കും നമ്മളെ കാത്തുമ്മ എഴുന്നേറ്റ് പേട്ടൻ കാത്തുമ്മനെ എടുത്തൊന്ന് പുറത്തൊക്കെ നടന്നു. അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അവള് വേഗം തന്നെ വണ്ടിയിൽ കയറാൻ വേണ്ടി വാശി പിടിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് കുണുക്ക? ഇങ്ങോട്ട് വേടാ. ഒരുത്ത മൂത്രയിക്കാൻ പോയിരിക്കുന്നു അവിടെ. അച്ഛ ഇറങ്ങ് അത് ഇല്ല മോളെ, നടക്കില്ല, സമ്മതിക്കില്ല എന്നാ സമ്മതിക്കില്ല. കുണുക്ക എങ്ങനെയുണ്ടാ? കയ്യൊക്കെ ഇങ്ങനെ ഇറക്കാൻ പോണ പണ്ടാറക്കിട്ട്. എന്ത് പൊണ്ടാട്ടി അവിടെ? എങ്ങനെയുണ്ടാ? ഇരിക്കരി, ആ കുഴപ്പമില്ല. അമ്മ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അച്ഛ എങ്ങനെയുണ്ട്? ചേട്ടാ എന്താ അറിയില്ല, കണ്ണട വെച്ചിട്ട് കോച്ച് പിടിക്കുന്ന ആളെ കണ്ടോ? ഇവര് സെറ്റ് ആവട്ടെ ഏട്ടാ. എന്താ തണവ്, വണ്ടിയുടെ കോലം ഇങ്ങനെയായി. അൽഗോയ്ത്ത ജാനേവാല ഇത് കഴിഞ്ഞ സർവീസിന് കൊടുക്കണം. വ്യൂ ഒരു രക്ഷയില്ല അല്ലെ, സെറ്റ് വ്യൂ. പൊന്നോ എങ്ങനെയുണ്ട്? പണ്ടാറ വര കയ്യൊക്കെ വരച്ചാൽ നല്ല തണുവ് കേട്ടാ. ഇറക്കിണ്ട് പല്ലും കൈ നല്ല തണുവ് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യു കാലൊക്കെ. അയ്യോ ഇനിയുണ്ട് മോനെ കയറാൻ.
എങ്ങനെയുണ്ടെന്നാ അയ്യോ ക്യാമറയിലൊന്നും പെടും തോന്നുന്നില്ല കേട്ടോ, ഫുള്ള് ഷേക്കിങ്. ഒരു 1/2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനും കുഞ്ഞിനൊക്കെ ഓളിട്ട് തുടങ്ങി, വണ്ടി കയറി പോവുക പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. കുഞ്ഞിൻ്റെ ചെറിയ ഡ്രസ്സായിരുന്നു, അപ്പോൾ അതിൻ്റെ തണുപ്പ് അവൾക്കും ഉണ്ടായിരുന്നു. അച്ഛനും പിന്നെ അരികത്ത് കൂടെ തണുപ്പ് പോയിക്കൂടെ, അപ്പോഴേക്ക് അച്ഛൻ ഓളിയിടും. പക്ഷേ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല കേട്ടോ. എന്താ കാര്യം എന്നറിയില്ല. സാധാരണ എനിക്കും ഇങ്ങനത്തെ പ്രശ്നമുള്ള ഒരാളായിരുന്നു, പക്ഷെ ഞാൻ വലിയ കുഴപ്പമില്ലാതെ നിന്നായിരുന്നു. പിന്നെ എന്താ, നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. നമ്മൾ സ്ഥിരം പോണ ഒരു ഹോട്ടൽ തന്നെയാണ്, അവിടേക്ക് ഫുഡ് കഴിക്കാൻ പോയി. പുകയുണ്ട്, കാണാനുണ്ടോന്ന് അറിയില്ല, പക്ഷെ കാണാനില്ല. നല്ല തണുപ്പ്, നല്ല തണുപ്പുള്ള തന്നെ അവളെ മൂഡ് മൊത്തത്തിൽ വരിക്കുക. നല്ല ബൈക്കില്ല, റോയൽ എൻഫീൽഡ് ആണല്ലോ. അപ്പൊ ഇനി ചായ കുടിക്കാൻ എത്തിയിട്ട് ഞാൻ സ്ഥിരം ചായ കുടിക്കുന്ന സ്ഥലം തന്നെ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചായ കുടിക്കാറ് കാണാം. ഒരു 3-4 വട്ടമായിട്ട് രാവിലത്തെ ചായ കുടിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കേട്ടോ വരാറ്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം വെള്ളയപ്പം മുട്ടക്കറി തന്നെയാണ് മേടിക്കുക. വേറെ ഫുഡൊന്നും ഞാൻ അധികം മേടിക്കാറില്ല. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ ഇഡ്ഡലി പറഞ്ഞ് ഞാൻ ഓരോരുത്തരും ഓരോ ഫുഡും പിടിച്ചു. ഞാൻ മുട്ടക്കറി മേടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കോഴിമുട്ട കാത്തുമ്മയ്ക്ക് കൊടുക്കാമല്ലോ ചേട്ടാണ്. ആൾക്ക് മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളയപ്പം അവൾ വല്ലാതെ കഴിക്കില്ല. ആൾക്ക് പിന്നെ നല്ല കന്നം കുറഞ്ഞ ദോശയൊക്കെ ഇഷ്ടം, കട്ടിയുള്ള ദോശയൊന്നും ആൾക്ക് പറ്റില്ല. പിന്നെ കുറച്ച് ഫുഡൊക്കെ ഞാൻ ആൾക്കിരുന്ന് വായിൽ വെച്ച് കൊടുത്തു. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഈ ചൂടുള്ള ഫുഡ് കിട്ടിയപ്പോൾ ഒരു സമാധാനം തോന്നിയിട്ടാ. കൈയൊക്കെ ഭയങ്കരമായിട്ട് മരവിച്ച പോലെയായിരുന്നു, അത്രയും തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 8:30 വരയ്ക്ക് അത്രയൊക്കെ ഇല്ലാണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ അമ്മോ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അത്രയും വലിയ ചൂട്. ഞങ്ങൾ പിന്നെ അകത്ത് കയറിയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങുന്നത് ഒരു 4:30 കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി. അതുവരെയ്ക്ക് വണ്ടിയിലിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ ഏട്ടനും അച്ഛനൊക്കെ ഇറങ്ങി. കുഞ്ഞിന് പനി വരുന്നുണ്ട് തൊപ്പി മേടിക്കാനും പിന്നെ പിള്ളേർക്ക് തൊപ്പിയൊക്കെ മേടിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെല്ലാം കൂടി തൊപ്പിയൊക്കെ മേടിച്ച് കാത്തുമ്മയ്ക്ക് ഈ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ആൾക്ക് ഇങ്ങനത്തെ പരിപാടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെറും 10 മിനിറ്റത്തേക്ക്, അധികം നേരം ഒന്നും എൻ്റെ മുകളിൽ ഇതൊന്നും ഇട്ടില്ല, കുറച്ച് നേരം മാത്രമേ ഇടുള്ളൂ. എങ്ങനെയുണ്ട്? ആഗ്രഹം തീർന്നാ? നോക്കട്ടെ, ആഗ്രഹം കഴിഞ്ഞാ നീ ചോദിക്കോ? അവർ നല്ല ഉറക്കാണ്, അപ്പോൾ അവർ ഉറങ്ങിക്കോട്ടെ. ഞങ്ങൾ രണ്ടാളും മാത്രം. മാഗി അവന് ആഗ്രഹം പറഞ്ഞു, അപ്പോൾ അത് കാരണം വാങ്ങി. ഞങ്ങളെല്ലാവരും ഉറക്കമായിട്ട് ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞില്ല കേട്ടാ. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഒരു 10 മിനിറ്റ് അല്ലേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ ഒരു സ്ഥലത്ത്. 10 മിനിറ്റ് തന്നെ ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അവിടെ ഇറങ്ങി ഉപ്പിലിട്ടല്ല, ഉപ്പും മുളകിട്ട പൈനാപ്പിളും മാങ്ങയും ഒരു ഇളനീരും കുടിച്ച് വേഗം തന്നെ വണ്ടിയിൽ കയറി. നല്ല വെയിലായിരുന്നു. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് 10 മിനിറ്റ് തന്നെ നിന്നുള്ളൂ. അപ്പം ആ നേരത്തെ നമ്മൾ കാത്തുമ്പോൾ കണ്ണടയൊക്കെ വെച്ച് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് എടുത്ത വീഡിയോ കേട്ടാ. സത്യം പറഞ്ഞ ഏട്ടൻ ചോദിച്ചു, നിങ്ങൾ തിന്നാനാണോ പോയി വെറുതെ ഫോട്ടോ എടുക്കാനാണോ പോയി? ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ പുറത്തിറങ്ങി ഫോട്ടോ എടുത്താൽ ഞങ്ങൾക്ക് കയറും. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ പകലൊന്നും പുറത്തിറങ്ങിയില്ല. പിന്നെ 4:30 ശേഷമാണ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നത്. അതിൻ്റെ ചേട്ടൻ പറഞ്ഞു, ഇനി നിങ്ങൾ ഒറ്റെണ്ണത്തിനും കൊണ്ട് ട്രിപ്പ് പോകുന്ന പരിപാടി എനിക്കില്ല. അച്ഛനും ഇതേപോലെ ചെയ്യില്ല കേട്ടോ. അച്ഛനും അങ്ങനെ നന്നായി പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന ആളാണ്. ഏട്ടനും അങ്ങനെ പണ്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. ഇവിടെ അച്ഛനും അമ്മയ്ക്കും മൂന്നാർ പോകാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ അവരെ എങ്ങോട്ടും നടക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അവർക്ക് അമ്മയ്ക്ക് മെയിനായിട്ട് ഇഷ്ടം വണ്ടിയിൽ പോകാനാണ്. പണ്ടൊക്കെ അമ്മ ഉറങ്ങാതെങ്കിലും ഇരുന്നു. ഈ പ്രാവശ്യം അമ്മ നല്ല ഉറക്കമായിരുന്നു അല്ലേ ഏട്ടാ? അറിയില്ല, എല്ലാരും ഉറക്കായിരുന്നു. വരുമ്പോഴും പോകുമ്പോ ഞാൻ ഉറങ്ങിയിട്ടില്ല, പോകുമ്പോ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല, വരുമ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. എന്തായാലും എന്താ പറയാ, പോണ പോലത്തെ യാത്രയായി കേട്ടാ. ഇത് കുറേ നേരം എന്നോട് പറഞ്ഞോണ്ടിരിക്കണം, ഇനി നീ എന്നെ ട്രിപ്പ് കൊണ്ടുപോകാന്നുള്ള ദിവസം മിണ്ടരുത്, ഞാൻ ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ട്രിപ്പ് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ കാത്തും ഇളനീരൊക്കെ കുടിച്ചു. നമ്മൾ ചക്കമ്മയും ഇവരൊക്കെ ഫുഡ് കഴിക്കില്ലായിരുന്നു ഒരു മെയിൻ പരിപാടി. വേറെ ഒന്നും മെയിനായിട്ട് നടന്നിട്ടില്ല. പക്ഷേ ഞാനധികം ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അവർ ഇളനീര് കുടിച്ച് തന്നെയാണ്. ഉച്ചയ്ക്ക് മാഗി ഒന്നും കഴിച്ചില്ല. എനിക്ക് എന്തോ ഇതൊന്നും കഴിക്കാൻ തോന്നിയില്ല.
നീ കഴിച്ചിട്ടില്ലേ? ആ രാവിലെ കഴിച്ചാൽ പിന്നെ രാത്രി. ഞാനും രാവിലെ കഴിച്ചതും രാത്രി, പിന്നെ ഒരു പൈനാപ്പിളും. പിന്നെ ഒരു 10 മണി തൊട്ട് ഉറങ്ങി ഉറക്കം ഞങ്ങൾ എഴുന്നേൽക്കുന്ന 4:30 ആകുമ്പോഴേക്കാണ്. അതുവരെയ്ക്കും ഉറങ്ങി എഴുന്നേറ്റിൻ്റെ ഷമ്മയും അച്ഛനും ഉണ്ണികളും ഒക്കെ മാഗി കഴിക്കാൻ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, ഞാൻ വരുന്നില്ല. കാരണം കാത്തുമ്പോൾ നല്ല ഉറക്കമായിരുന്നു എൻ്റെ മടിയിൽ കിടന്നിട്ട്. പിന്നെ അവളെ എഴുന്നേൽപ്പിക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ ആ നേരത്ത്. പിന്നെ അമ്മോട് ഞാൻ പറഞ്ഞു കാത്തൂനൊരു മാഗി മേടിച്ച് കൊടുന്നാൽ മതി. എന്നിട്ട് അമ്മ മാഗി മേടിച്ച് കൊടുത്തപ്പോൾ അത് ഞാൻ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ ഉറങ്ങി എഴുന്നേറ്റ് അവൾക്ക് എന്തായാലും വിശക്കും എന്നെനിക്കറിയാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെറുതെ കാറിൽ കുറച്ച് അങ്ങോട്ട് റൗണ്ട് അടിച്ച് പിന്നെ ഒരു മൂലയിലെത്തുമ്പോഴേക്കും വെയിലൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് കണ്ട ചക്കമ്മയും കാത്തുമ്മയും ഭയങ്കര സെറ്റുകാരായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ യാത്രയിൽ ഒരു കുറേ നേരമൊക്കെ നല്ല കമ്പനി ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു അടി ഉണ്ടാക്കുള്ളൂ. വീട്ടിലാണെങ്കിൽ ഫുൾ ടൈം അടിയാണ്. ഈ യാത്രയിൽ അവർ കുറച്ച് നേരമൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ സ്നേഹിച്ച് പിടിച്ചിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ബൈ.